നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വർഗീയവാദത്തോട് സന്ധി ചെയ്യാതെ പോരാട്ടം നടത്തും എന്ന് പറഞ്ഞ കുമാരസ്വാമിയും അദ്ദേഹത്തിൻ്റെ പിതാവായ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയൊക്കെ എന്നേ മലക്കം മറിഞ്ഞു. JDSൻ്റെ പതന അവസ്ഥ ഓർക്കുമ്പോൾ അവർക്ക് BJPയോടല്ലാതെ ആരോട് ചേരാൻ പറ്റും? കഴിഞ്ഞ തവണ കോൺഗ്രസ് തരംഗത്തിൽ കർണാടക വലിയ തോതിൽ അത് DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും കൈകളിലേക്ക് എത്തിയപ്പോൾ JDS എന്ന പാർട്ടിയാണ് അക്ഷരാർത്ഥത്തിൽ തകർന്ന് നാമാവിശേഷമായത്. അതിനുശേഷം JDS ഓരോ നീക്കങ്ങളും നടത്തുന്നത് എങ്ങനെ കോൺഗ്രസിനെ പൊളിച്ചു കളയാമെന്നാണ്. കടലിൽ വെള്ളം കോരിയെടുത്ത് കടലിനെ വറ്റിക്കും എന്ന് പറയുന്നത് പോലെയാണ് ആ സംഗതി. അതുപോലെ ശക്തമായി കോൺഗ്രസിനെ തകർക്കാൻ JDSലെ പല അംഗങ്ങളെയും വിട്ട് ശ്രമം നടത്തുന്നുണ്ട് BJP. പക്ഷേ അതെന്തിനാണ് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാകാത്തത്. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതിശക്തമായിട്ടുള്ള ജനകീയ പിന്തുണ കൊണ്ടും BJP വിരുദ്ധത കൊണ്ടും സർക്കാർ വിരുദ്ധത അതിശക്തമായി തന്നെ അലയടിച്ചത് കൊണ്ടുമാണ്. മൈസൂർ മാണ്ഡ്യ മേഖലകളിൽ JDSൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന മേഖലകൾ മുഴുവനായി കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ്. അങ്ങനെ അവർ നാമാവിശേഷമായി മാറി. ഇപ്പോൾ ഇതാ രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെയുള്ള നാമാവിശേഷമായി മാത്രമുള്ള JDSലെ ചില അംഗങ്ങൾ, ദേവഗൗഡ അടക്കം, BJPക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുമ്പോൾ അവർ പണ്ട് പറഞ്ഞതെല്ലാം മലക്കം മറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ മറന്നുപോകുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ ടുഡേ സർവേയിലും അതുപോലെ തന്നെ നിരവധിയായ എക്സിറ്റ് പോളുകളിലുമൊക്കെ വ്യക്തമായി തന്നെ കർണാടകയിൽ കോൺഗ്രസിന് 28 സീറ്റുകളിൽ 26 സീറ്റുകൾ വരെ ലഭിക്കും എന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിന് കാരണം DK ശിവകുമാർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ AICCക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്, പരമാവധി സീറ്റുകൾ കർണാടകയിൽ നിന്നും കോൺഗ്രസ് നേടിയെടുത്താൽ മാത്രമേ എനിക്ക് ഇനി വിശ്രമമുള്ളൂ എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇവിടെയാണ് ദേവഗൗഡയുടെ പാർട്ടിയുടെ സ്ഥാനം ചവറ്റുകുട്ടയിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പല നേതാക്കളും കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് കാരണമാകുന്നത് അവിടെ ശക്തമായിട്ടുള്ള ന്യൂനപക്ഷ ഏകീകരണം വന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ്സിനാണ് അത് ഫലവത്താകുന്നത് എന്നുള്ളതും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ മത്സരിക്കും എന്നുള്ളതും വ്യക്തമാക്കുമ്പോൾ അതുകൂടി ദേശീയ തലത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റായി മാറും. AICCയുടെ അധ്യക്ഷനായ കർണാടകക്കാരൻ കൂടിയായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജിതനായിരുന്നു. എന്നാൽ ഇക്കുറിയും മത്സര രംഗത്തുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാക്കുന്ന തരത്തിൽ അദ്ദേഹവും സൂചന നൽകുമ്പോൾ അതുകൂടിയാകുമ്പോൾ കാര്യങ്ങൾ വളരെ ശക്തവും വ്യക്തവുമായി മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കർണാടകയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ മികവോടെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് DK ശിവകുമാറും സംഘവും ശ്രമിക്കുന്നത്.